പ്രശസ്ത സിനിമാ നടിയും BJP നേതാവും MP-യുമായ കങ്കണ റണാവത്ത് വീണ്ടും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ത്യ ടുഡേ ടിവിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശിവ് അരൂര് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് രാഹുൽ ഗാന്ധിയെ കങ്കണ വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ഒരു കുഴപ്പക്കാരനാണെന്നും അയാൾ വെറും കസേരയ്ക്ക് പിന്നാലെ പായുന്ന ഒരാളാണെന്നുമാണ് അവരുടെ ഇപ്പോഴത്തെ പരാമർശം. നിരവധി ഹിന്ദി സിനിമകളിലും തമിഴിലുമൊക്കെ അഭിനയിക്കുകയും നിരവധി അവാർഡുകളുമൊക്കെ ലഭിച്ചിട്ടുള്ള കങ്കണ ആദ്യമായിട്ടാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ജില്ലയിൽ നിന്ന് MP ആയത്. MP ആയതിനു ശേഷം ലോക്സഭയിലും പുറത്തും വളരെ സജീവമായ സാന്നിധ്യമാണ് അവർ അറിയിക്കുന്നതും. രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി ഒരു വഴി തുറന്നിട്ടില്ലാത്തതിനാൽ അദ്ദേഹം എപ്പോഴും ഒരു കുഴപ്പക്കാരനാണെന്നാണ് അവർ പറയുന്നത്. രാഹുലിൻ്റെ ഓരോ പ്രസംഗങ്ങളിലും കൂടാതെ അയാളുടെ പെരുമാറ്റത്തിലും കുഴപ്പക്കാരനാണെന്ന് മനസ്സിലായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുവാൻ പാർലമെന്റിൽ ഭഗവാൻ പരമശിവന്റെ ചിത്രം ഉപയോഗിച്ചപ്പോഴാണ്. സത്യത്തിലപ്പോൾ രാഹുൽ ഗാന്ധി ഒരു മയക്കുമരുന്ന് പരിശോധനയ്ക്ക് വിധേയനാകണമെന്ന് മാത്രമാണ് തനിക്ക് തോന്നിയതെന്നും അവർ പറഞ്ഞു. മാത്രമല്ല, രാഹുൽ ഗാന്ധി ഒരിക്കലും തൻ്റെ ലക്ഷ്യത്തിലെത്താൻ സ്വന്തം പാത വെട്ടിയെടുക്കുന്ന ആളല്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇന്ദിരാഗാന്ധിയേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു പാതയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. ഒരു നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി ആരാണെന്ന് അദ്ദേഹത്തിന് ഒരു ധാരണയില്ല എന്നും പ്രധാനമന്ത്രി കസേര എന്ന ആ ഒരു കസേരയെ മാത്രം ലക്ഷ്യമാക്കി പായുകയാണ് രാഹുൽ എന്നും പറഞ്ഞ കങ്കണ റണാവത്ത് ഓരോ തവണയും രാഹുൽ തൻ്റെ പാത മാറ്റുകയാണെന്നും അവർ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. കങ്കണ റണാവത്ത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വേഷം അവതരിപ്പിക്കുന്ന എമർജൻസി എന്ന ചിത്രം അത് സെപ്റ്റംബർ 6-ാം തീയതി റിലീസ് ചെയ്യാനിരിക്കെയാണ് ഇത്തരത്തിൽ ഗാന്ധി കുടുംബത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ ആശയങ്ങളും രാഷ്ട്രീയവും അത് പിതാവ് ജവഹർലാൽ നെഹ്റുവിൻ്റെതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയാൻ കങ്കണ റണാവത്ത് മടിച്ചില്ല. മാത്രമല്ല, ഇന്ദിരാഗാന്ധി ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നില്ല എന്നും ഇന്ദിരാഗാന്ധിയുടെ ജീവിതം ചാരനിറത്തിലുള്ള നിഴലുകളും അതേപോലെ മഹത്തായ ഷേക്സ്പിയറിൻ്റെ ദുരന്തവും നിറഞ്ഞതാണെന്നും പറഞ്ഞ അവര് ഇന്ദിര ഒരു ധ്രുവീകരണ വ്യക്തിയാണെന്ന് കൂടി എടുത്തു പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി എല്ലാവരാലും കൂടുതൽ സ്നേഹിക്കപ്പെടുകയും എന്നിട്ടും അവർ ഏറ്റവും വെറുക്കപ്പെടുകയും ചെയ്തുവെന്നും കങ്കണ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇന്ദിരയുടെ പിന്മുറക്കാരനായ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധിക്കാതെ വന്നാൽ ഈ രാജ്യം തന്നെ നശിച്ചു പോകട്ടെ എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന വസ്തുത അത് ജനങ്ങൾക്ക് മുന്നിൽ ഊട്ടി ഉറപ്പിച്ചു വയ്ക്കുകയാണ് കങ്കണ റണാവത്ത്.